വിശുദ്ധ ഖുർആനിലെ ഒരു 5 ആയത്തുകൾ ഞാൻ പറഞ്ഞുതരാം. എത്ര കൊടിയ കടങ്ങളെയും തീർത്ത് കളയുമെന്ന് മഹാന്മാർ വളരെ ഉറപ്പ് പറഞ്ഞ മഹത്തായ 5 ആയത്തുകൾ. ആർക്കും വളരെ എളുപ്പത്തിൽ ഓതാൻ പറ്റുന്ന, നമുക്ക് ജീവിതത്തിൽ പതിവാക്കി കൊണ്ടു നടക്കാൻ പറ്റിയ ആയത്തുകളാണ്. കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, സാമ്പത്തിക ഞെരുക്കം കൊണ്ട് അങ്ങേയറ്റം കഷ്ടപ്പാടിൽ കഴിയുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, വിശുദ്ധ ഖുർആൻ നമുക്കൊരു അത്താണിയാണ്. വിശുദ്ധ ഖുർആൻ നമുക്കൊരു പിടിവള്ളിയാണ്. ഇൻഷാ അല്ലാ നമ്മുടെ കടങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഒക്കെ തീരാൻ ഇൻഷാ അല്ലാ നിങ്ങൾ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഈ ആയത്തുകളെ ഒന്ന് നെഞ്ചേറ്റുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാ എങ്ങനെയൊക്കെയാണോ ഓതേണ്ടത് എന്ന് നമുക്ക് വീഡിയോയിൽ കേൾക്കാം. ഖുർആൻ പല സ്ഥലങ്ങളിലും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്നതിനെ സംബന്ധിച്ചും സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യന് വേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് സൃഷ്ടാവായ റബ്ബിനറിയാം. നമുക്കൊക്കെ വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ കൃത്യമായി എത്തിച്ചു തരാൻ റബ്ബിനോട് നമ്മളെപ്പോഴും ദുആ ചെയ്യുകയും വേണം. പക്ഷേ അള്ളാഹു അവൻ ഏറ്റെടുത്തത് നമ്മളിലേക്ക് നൽകുക തന്നെ ചെയ്യും. അതെന്തായാലും എന്ത് ചെയ്യൂല, റബ്ബ് തടയൂല. എന്നാൽ നമുക്ക് കൂടുതൽ ആവശ്യമുണ്ട് എങ്കിൽ, നമ്മളിലേക്ക് കൂടുതൽ കിട്ടാൻ നമ്മൾ കൊതിക്കുന്നുണ്ട് എങ്കിൽ, നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങി കിട്ടണമെങ്കിൽ നമ്മുടെ കൈകൾ ഉയർത്തി റബ്ബിലേക്ക് ചോദിച്ചേ പറ്റുള്ളൂ. അപ്പം ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് റബ്ബിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ പറ്റിയ ഏറ്റവും നല്ല പവർഫുള്ളായ 5 ആയത്തുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ഓതുന്നവർ ഒരിക്കലും പാഴായി പോകൂല, അവരുടെ കാര്യങ്ങൾ റബ്ബ് തട്ടപ്പെടൂല. ഇൻഷാ അല്ലാ നല്ല നിയ്യത്തോട് കൂടിയിട്ട്, പിന്നെ ചിലത് ഇതിനകത്ത് പറയാനുണ്ട് വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നുണ്ട്, അത് കേട്ടിട്ട് വേണം ഈ ആയത്ത് ഓതണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാൻ. ഇൻഷാ അല്ലാ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാം. അല്ലാഹു നമ്മെ ഖബൂലാക്കുമാറാകട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷമല്ലേ? ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തരാൻ പോകുന്നത് ഒരു 5 ആയത്തുകളാണ്. 5 ആയത്തുകൾ. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ ഒരുപാട് സൂറത്തുകളെ പറ്റി പറയുന്നുണ്ട്, ഒരുപാട് ഇസ്മുകൾ, അസ്മാഉൽ ഹുസ്നയിൽ ഇസ്മുകളെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ പല ദുആകൾ പറയുന്നുണ്ട്, ദിക്റുകൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരുപാട് ആയത്തുകൾ നമ്മുടെ പല വീഡിയോകളിൽ നമ്മൾ പറയുന്നുണ്ട്, പല വിഷയങ്ങൾക്കുള്ള പരിഹാരമായിട്ടും. ഈ അടുത്ത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ സ്ഥിരമായി കമൻ്റ് ഇടുന്ന ഒരാളുണ്ട്. സ്ഥിരമായി പല വീഡിയോ കമൻറ്റുകൾ കണ്ടു. രസകരമായിട്ട് നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് വളരെ രസകരമായിട്ടാണ് അത് വായിക്കുള്ളൂ. അതിൽ ഒരു ദേഷ്യമോ വിദ്വേഷമോ അങ്ങനെയൊന്നും തോന്നില്ല. അത് വായിക്കുമ്പോൾ എന്ത് ചെയ്യുക, അയാളെ സമയം മെനക്കെടുത്തിയിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യണുണ്ടല്ലോ എന്നുള്ളൊരു സംതൃപ്തി ഇങ്ങനെ മനസ്സിൽ വരാറുണ്ട്. ഇടുന്ന മൊത്തം എന്താണെന്ന് അറിയോ, നമ്മൾ ചിലപ്പോൾ പറഞ്ഞ ഖുർആൻ്റെ ആയത്തുകൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഹദീസുകൾ, എന്തെങ്കിലുമൊക്കെ ദിക്റുകൾ, അതിനൊക്കെ വന്നിട്ട് കമൻറ്റ് അയക്കുന്നത്. ഇതുപോലൊക്കെ ചെല്ലിയിട്ട് കാര്യമുണ്ടോ, പണിക്ക് പോകണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ചില ആളുകൾ കമൻറ്റ് അയക്കാം. സ്ഥിരമായി കമൻറ്റ് അയച്ച് 1-2 ആൾക്കാരെ നമ്മളിങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു. അതൊരു വിഷയമുള്ള കാര്യമല്ല കേട്ടോ, നിങ്ങൾ ധൈര്യമായിട്ട് അയച്ചോളി, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധമായ ഖുർആനിൽ നിന്നുള്ള, ഹദീസുകളിൽ നിന്നുള്ള, ദിക്റുകളിൽ നിന്നുള്ള, അസ്മാഉൽ ഹുസ്നയിൽ നിന്നുള്ള ഇതൊക്കെ മാത്രമാണ് നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അല്ലാത്തതൊന്നും എൻ്റെ വകയായിട്ട് ഞാൻ പറയണില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് ആരെന്ത് പറഞ്ഞാലും ഹല്ലിവില്ലി, അത് ഒഴിവാക്കി വിടും. നല്ല നിയ്യത്തോടുകൂടി ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്ക് ഇതുപോലെയുള്ള അമലുകൾ ഇനിയും ഇൻഷാ അല്ലാ അള്ളാഹു തൗഫീഖ് നൽകിയ കാലത്തോളം പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പ്രിയപ്പെട്ടവരോട് ആദ്യം ഇത് ചൊല്ലുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ പറയാം. ഇത് പറയുന്നത് ഖുർആനാണ്, വിശുദ്ധ ഖുർആനാണല്ലോ. അപ്പോൾ ഖുർആൻ്റെ ആയത്തുകൾ നമ്മൾ ഓതുന്ന സമയത്ത് നല്ല നിയ്യത്തോടു കൂടിയിട്ടാണ് ഓതേണ്ടത്. നല്ല നിയ്യത്ത് വെച്ചാൽ ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്, ഞാനിത് ഓതുമ്പോൾ എനിക്ക് കൂലി കിട്ടും. ഒന്നാമത്തെ കാര്യം, റബ്ബിൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടും. ഈ ഓരോ ആയത്ത് ഖുർആൻ ഓതിൻ്റെ കൂലി കിട്ടും. രണ്ടാമത്, റബ്ബിൻ്റെ കലാമായതുകൊണ്ട് ആദരവോട് കൂടിയിട്ട് എൻ്റെ നിയമങ്ങൾ കൃത്യമായി ഓതേണ്ട രൂപത്തിലാണ് ഓതേണ്ടത്, അത് ശ്രദ്ധിച്ച് ഓതേണ്ടതുണ്ട്. മൂന്നാമത് എന്ത് ചെയ്യണം, ഇത് ഓതി റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് ഇന്നൊരു ഫലം വെച്ചിട്ടുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിച്ചെന്നനുസരിച്ചാണ് ഞങ്ങൾ ഓതുന്നത്. അപ്പോൾ ഞങ്ങൾക്കതിന് ഫലം നൽകണേ എന്നുള്ള നല്ല നിയ്യത്തോടു കൂടിയിട്ടാവണം ഓതേണ്ടത്. അല്ലെങ്കിൽ ചില ആളുകളുണ്ട് എന്ത് കിട്ടിയാൽ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ഓതാം, ഒന്ന് പരീക്ഷിച്ച് നോക്കാം, അങ്ങനെ ഓതണ്ട. മറിച്ച് എന്ത് ചെയ്യാം, ഓതുന്ന സമയത്ത് ഇത് വിശുദ്ധ ഖുർആനാണ്, ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്, ഇത് ഇങ്ങനെ ഓതിക്കഴിഞ്ഞാൽ ഇതിന് ഒന്നാമത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടും. അതിനൊക്കെ അപ്പുറത്തേക്ക് എൻ്റെ ഇന്ന പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ട് ആ ചോദിയാൽ മതി എന്ന് മഹാന്മാർ പഠിപ്പിച്ച എന്ന അടിസ്ഥാനത്തിൽ ഞാൻ ഓതുകയാണ്, എനിക്ക് നീ അതിന് ഫലം നൽകണേ അള്ളാഹ് എന്ന് നല്ല നിയ്യത്തോടു കൂടിയിട്ടാണ് ഓതുന്നത് എങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ആ ഉദ്ദേശിച്ച കാര്യം അള്ളാഹു നടത്തി തരും. എത്രയോ അനുഭവങ്ങൾ അങ്ങനെ പറയാനുണ്ട്. നമുക്ക് കമൻ്റായി വന്ന, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്ന പല ആളുകളും അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ എല്ലാ മെസ്സേജുകളും കമൻറ്റുകളൊക്കെ നിങ്ങളിപ്പോൾ മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്നുള്ള പ്രയാസമായതുകൊണ്ടാണ്.
അതുകൊണ്ട് എന്ത് ചെയ്യുക, നല്ല നിയത്ത് വെച്ച് ചെയ്താൽ എല്ലാവർക്കും ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 5 ആയത്തുകൾ പറഞ്ഞു തരട്ടെ. ആദ്യമായി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ അവസാന ഭാഗം, നമുക്ക് ആമന റസൂൽ നമുക്ക് അറിയുന്നതാണ്. ആമന റസൂൽ മുഴുവനല്ല, അതിൽ നിന്നുള്ള അവസാന ഭാഗത്തിൽ കാണാം റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. സുബ്ഹാനല്ലാഹ്. ആമന റസൂൽ അറിയുന്നവർക്കൊക്കെ ഈ ഭാഗം അറിയാം. ഏറ്റവും അവസാന ഭാഗമാണ്, അതായത് ആ 2 വരി, റബ്ബന വലാ തുഹമ്മിൽന എന്ന് തുടങ്ങുന്നവരെ ആ വരി. ദിവസവും ആരെങ്കിലും ഒരാൾ ഈ ഒരു 2 വരികൾ, അതായത് ആമന റസൂലിൻ്റെ ഏറ്റവും അവസാനം സൂറത്തുൽ ബഖറയുടെ ഏറ്റവും അവസാന ഭാഗം നിരന്തരം ചൊല്ലുകയാണ്. എണ്ണം ഈ പറയുന്നതിനൊന്നും ഞാൻ എണ്ണം പറഞ്ഞു തരുന്നില്ല, അത് കാരണം കിതാബിൽ എണ്ണം പറഞ്ഞിട്ടില്ല, ഓതാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നിരന്തരം അധികരിപ്പിച്ച് ഓതാം, അത് നിരന്തരം ഓതാം. അത് മുഴുവനായിട്ട് ഞാൻ ഈ പറഞ്ഞ ആയത്തുകൾ മുഴുവൻ നോക്കിയിട്ട് എല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ബുക്കിലോ അല്ലെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് ഓതുന്ന സമയത്ത് നോക്കി ഓതാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ഈ ആയത്ത് നിരന്തരം ഓതാം കേട്ടോ. ദിവസവും എത്ര എണ്ണമാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും, ഒരു നിശ്ചിത എണ്ണം നിങ്ങൾ കണക്കാക്കിയിട്ട് ആ എണ്ണം കൃത്യമായിട്ട് ചൊല്ലി പോവുക. തീർച്ചയായും സാമ്പത്തിക ഞെരുക്കങ്ങൾ നിങ്ങളെ പിടിപെടൂല. ഒന്നാമത്തെ ആയത്താണ്. രണ്ടാമത് കാണാം സൂറത്ത് ഹൂദിലെ വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ എന്ന സൂറത്ത് ഹൂദിലെ എന്ത് ചെയ്യുക 6ാമത്തെ ആയത്താണ്. സൂറത്ത് ഹൂദിലെ 6ാമത്തെ ആയത്ത്. ഈ ആയത്തും എന്ത് ചെയ്യുക, നിരന്തരം പതിവാക്കുക. ഒന്ന് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 286ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗം. രണ്ടാമത്തത് സൂറത്ത് ഹൂദിലെ ആദ്യത്തെ 6ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗം. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഒമാമിൻ ദാബത്ത്. ഈ ഒരു ഇത്ര ഭാഗം ചൊല്ലിയാൽ മതി. ഇത്ര ഭാഗമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ചൊല്ലാനായി പറഞ്ഞിട്ടുള്ളൂ. ആയത്ത് കുറച്ചുകൂടെ ഉണ്ട്, പക്ഷേ ഇത്ര ഭാഗം ചൊല്ലിയാൽ മതി. ഇതും എന്ത് ചെയ്യുക, നീയത്ത് വെച്ചിട്ട് ചൊല്ലണം. എന്ത്, നമ്മുടെ ഈ കടബാധ്യത അല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് രക്ഷ കിട്ടണം എന്ന നീയത്തിൽ ചൊല്ലണം. മൂന്നാമത് കാണാം സൂറത്തു ആലി ഇമ്രാൻ. ആലി ഇമ്രാൻ സൂറത്തിലെ 3ാമത്തെ സൂറത്താണ് ആലി ഇമ്രാൻ. അതിലെ 26ാമത്തെ ആയത്ത്. 26ാമത്തെ ആയത്ത് ഏതാ? ഖുലില്ലാഹുമ്മ മാലികൽ മുൽകി തു'തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. ആയത്ത് മുഴുവനായിട്ടുണ്ട്. ഈ ആയത്ത് എന്ത് ചെയ്യാം, നിരന്തരം ഓതാം. ഇപ്പോൾ ഇതൊരു 10 നമ്മൾ ചൊല്ലുന്നതെങ്കിൽ എല്ലാം എന്ത് ചെയ്യുക, ഒരു 10 വീതം എന്ത് ചെയ്യുക, ഒരു തർത്തീബാക്കി വെക്കാം. ഇനി 5 ചൊല്ലാൻ സമയം കിട്ടുന്നുള്ളൂ, അങ്ങനെ ചെയ്യാൻ മതി. ഇനി 5 ചൊല്ലാൻ പറ്റുന്നില്ല, 1 ചൊല്ലാൻ പറ്റുന്നുള്ളൂ, സമയം കുറവാണ്, എന്നാൽ എന്ത് ചെയ്യുക, ഓരോന്ന് വീതം കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു സമയം തിരഞ്ഞെടുത്ത്, സുബഹിക്ക് ശേഷമോ മഗ്രിബിന് ശേഷമോ ഏതെങ്കിലും ഒരു നിസ്കാര ശേഷമോ തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യുക, ആ സമയത്ത് ചൊല്ലാം. ഇപ്പോൾ 3ാമത്തെ ആയത്തതാണ് സൂറത്ത് ആലി ഇമ്രാനിലെ 26ാമത്തെ ആയത്ത്. ഇനി അടുത്തത് കാണാം സൂറത്തുൽ ഖസസ്. ഖസസ് സൂറത്തിലെ 24ാമത്തെ ആയത്ത്. ഖസസ് സൂറത്ത് 28ാമത്തെ സൂറത്താണ് ഖസസ് സൂറത്ത്. അതിലെ 24ാമത്തെ ആയത്ത് ഓതുക. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിയ ഒരു ദുആയാണ് എന്ന് ഖുർആൻ പറയുന്നത്. ഖുർആനിൽ പറയുന്ന ദുആയാണ്. അപ്പോൾ ഈ ഒരു ദുആ റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, ഈ ഒരു ദുആയും എന്ത് ചെയ്യുക, ചൊല്ലുക. ഇതും കൃത്യമായ എണ്ണം എന്ത് ചെയ്യുക, നിങ്ങൾ എണ്ണം വെച്ചിട്ട് വേണം ചൊല്ലാൻ. ഇനി 5ാമത്തെ ആയത്ത് ഏതാണെന്നറിയോ? അത് സൂറത്തു ത്വലാഖ്. ഏറ്റവും അവസാന ഭാഗത്തുള്ള സൂറത്ത് 65ാമത്തെ സൂറത്താണ്. സൂറത്തു ത്വലാഖിലെ 2ാമത്തെയും 3ാമത്തെയും ആയത്തുകൾ. 2ാമത്തെയും 3ാമത്തെയും ആയത്തുകൾ ഞാൻ ഈ പറയുന്ന ആയത്തുകൾ ശ്രദ്ധിക്കുക. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ. ഈ ആയത്തും ഒരു നിശ്ചിത എണ്ണം, ഇപ്പോൾ എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത്, 10 ചൊല്ലുന്നതെങ്കിൽ എല്ലാ ആയത്തുകളും കൃത്യമായി 10 വീതം തർത്തീബാക്കിയിട്ട് എന്ത് ചെയ്യുക, ചൊല്ലാം. 50 ആയത്തുകൾ അപ്പോൾ ഓതുന്ന സമയം എടുക്കും. ഇനി അതല്ല 5 ചൊല്ലാൻ സമയം കിട്ടുന്നുള്ളൂ എങ്കിൽ എന്ത് ചെയ്യുക, 5 വീതം ചൊല്ലി 25 ആയത്തുകൾ ഓതുന്ന സമയത്തിൽ എന്ത് ചെയ്യുക, ഓതി തീർക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, ഓരോ നിശ്ചിത എണ്ണം നമ്മൾ തഴയിനാക്കിയിട്ട് ആ എണ്ണം കൃത്യമായി എല്ലാ ദിവസവും ഓതാൻ ശ്രമിക്കാം. അപ്പോൾ അത് ആദ്യം എന്ത് ചെയ്യുക, കൃത്യമാക്കുക. ഞാൻ ഇത്ര എണ്ണം എനിക്ക് ദിവസവും ചൊല്ലാൻ പറ്റുമെന്ന് നമ്മളൊരു നിയത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ എണ്ണം തർത്തീബാക്കി കൃത്യമായിട്ട് ചൊല്ലുമ്പോഴാണ് നമുക്കതിന് ഫലം കിട്ടുക. അപ്പോൾ അത് നല്ല നിയത്തോടുകൂടി ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യം പറഞ്ഞ കാര്യം കേട്ടോ. ചൊല്ലുന്ന സമയത്ത് വളരെ ഗൗരവത്തിൽ എടുത്തുകൊണ്ടുകൊണ്ട് ചെല്ലാൻ. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. അവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക ഇൻഷാ അല്ലാഹ്. ആർക്കെങ്കിലുമൊക്കെ അള്ളാഹു ഗുണം നൽകിയാൽ അതിൻ്റെ ഒരു ഫലം അള്ളാഹു നമുക്കും നൽകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് കിട്ടാൻ ഇതുപോലെ പ്രയോജനപ്രദമായ വീഡിയോസ് മാത്രമേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടാനൊക്കെ ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതുപോലെ ദുആ വസിയത്തുകളും ഇനി നെഗറ്റീവ് കമൻറ്റുകളുണ്ട്, അതൊക്കെ അയച്ചോളി. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല ഇൻഷാ അല്ലാഹ് കേട്ടോ.
കാരണം അത് അയക്കുന്നത് കൊണ്ട് നമുക്ക് കൂലിയല്ലേ കിട്ടുള്ളൂ, നമുക്കതുകൊണ്ട് പ്രയാസമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ ബേജാറൊന്നുമില്ല. പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങൾ പരിഹരിക്കാൻ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുക എന്ന് നമുക്കറിയില്ലല്ലോ. അള്ളാഹു ഏതെങ്കിലുമൊക്കെ വഴിയിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.